ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് പഠിക്കാൻ വരുന്ന പല കുട്ടികളും ഫുഡ് പ്രൊഡക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് F&B പ്രൊഡക്ഷൻ മതി എന്ന് പറഞ്ഞു വരുന്ന കുട്ടികളുണ്ട്. പ്രധാനമായും ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോഴ്സിൽ 4 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 4 ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒട്ടനവധി അവസരങ്ങളും അതേപോലെ തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം എല്ലാവരും ആഗ്രഹിക്കുന്ന ഈ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു മെയിൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മളുടെ കിച്ചൺ സെക്ഷൻ വരുന്ന, അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്ത് അതിനെ ഗാർണിഷ് ചെയ്ത് പ്ലേറ്റിലാക്കി കസ്റ്റമറുടെ ടേബിളിലേക്ക് വേണ്ട രീതിയിലുള്ള കുക്ക് ചെയ്ത് വിടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഫുഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. രണ്ടാമത് F&B സർവീസ് അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫുഡും ബിവറേജുമാണ് സെർവ് ചെയ്യുന്നത്. ബിവറേജ് എന്ന് ഹോട്ടൽ നെയിമിൽ ബിവറേജ് എന്ന് സൂചിപ്പിക്കുന്നത് ഡ്രിങ്ക്സിനെ എല്ലാം ബിവറേജ് എന്നാണ് പറയുന്നത്. നമ്മൾ ആൽക്കഹോൾ ഡ്രിങ്ക്സ്, നോൺ ആൽക്കഹോൾ ഡ്രിങ്ക്സ് എന്തും ആയിക്കൊള്ളട്ടെ, എല്ലാത്തിനും ബിവറേജ് എന്ന ടൈമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ F&B സർവീസ് എന്ന് പറയുന്നത് ഫുഡും ബിവറേജും ഗസ്റ്റിന് സെർവ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് F&B സർവീസ്. F&B സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് റെസ്റ്റോറൻറ്റ്സ്, സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ്സ്, കോഫി ഷോപ്പുകൾ, ബാറ്, ബാങ്കറ്റ് ഹാൾസ്, ഇങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും F&B സർവീസിന് അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അതാണ് F&B സർവീസ് സെക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഹൗസ് കീപ്പിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതായത് ഒരു ഹോട്ടലിലെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടെ ക്ലീൻ ചെയ്ത് അവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നതും അവിടെ വേണ്ട എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ അവിടെ അലങ്കരിക്കുന്നതും അങ്ങനെയുള്ള ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് സെക്ഷനാണ്. ഫ്രണ്ട് ഓഫീസ് സെക്ഷൻ എല്ലാവർക്കും അറിയാം, കാരണം ഹോട്ടൽസ് നിങ്ങൾ പുറത്തുനിന്നെങ്കിലും കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. ഒരു ഹോട്ടലിലേക്ക് ആദ്യം ചെല്ലുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഫ്രണ്ട് ഓഫീസ് സെക്ഷനാണ്. ഫ്രണ്ട് ഓഫീസ് സെക്ഷനുള്ളവരാണ് നമ്മളെ റിസീവ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ഈ ഫ്രണ്ട് ഓഫീസ് സെക്ഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ലോബി സെക്ഷനും അതുപോലെയുള്ള ട്രാവൽ ഡെസ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. കൂടാതെ ലോബിയിൽ ചെല്ലുമ്പോൾ ലഗേജ് ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ബെൽ ബോയ്സ്, ഈ സെക്ഷനെല്ലാം ഫ്രണ്ട് ഓഫീസ് ഏരിയയിൽ വരുന്നതാണ്. അപ്പോൾ ഇതാണ് മെയിൻ. ഫ്രണ്ട് ഓഫീസിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് വരുന്ന ഗസ്റ്റിനെ സ്വീകരിക്കുക, അവരുടെ റിസർവേഷൻ അനുസരിച്ചിട്ട് വേണ്ട അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, റൂം അലോട്ട് ചെയ്യേണ്ടവർക്ക് റൂം അലോട്ട് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയുള്ള സപ്പോർട്ടുകളെല്ലാം ചെയ്യുന്നതാണ് ഫ്രണ്ട് ഓഫീസ് സെക്ഷൻ. ഇതാണ് ഒരു ഹോട്ടലിൻ്റെ മെയിനായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറയുന്നത്. ഇതുകൂടാതെ അക്കൗണ്ട്സ്, HR മാനേജ്മെൻറ്റ് സെക്ഷന്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെക്യൂരിറ്റി സെക്ഷൻ, ഇങ്ങനെ പല സബ് ഡിവിഷൻസ് വേറെയുണ്ട്. ഈ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് പഠിക്കുന്ന കുട്ടി, അത് 1 ഇയർ ആയിക്കൊള്ളട്ടെ, ഡിഗ്രി ആയിക്കൊള്ളട്ടെ, ഏത് കോഴ്സ് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും, ഇപ്പോൾ പലരും ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞെടുക്കുന്നവർ, നിങ്ങൾ ഒരിക്കലും ഫുഡ് പ്രൊഡക്ഷനിൽ മാത്രമല്ല ജോലി ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഫുഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ F&B സർവീസ് ആയിക്കൊള്ളട്ടെ, ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങൾ ജോലിക്ക് ചെന്ന് കഴിഞ്ഞാലും അവരുടെ നിന്നും നിങ്ങൾക്ക് ഒരു പൊസിഷൻ ഹൈറാർക്കി അനുസരിച്ചിട്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടും, നിങ്ങൾ എത്രത്തോളം വർക്ക് പഠിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇതെല്ലാം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉയർന്ന പൊസിഷനിലേക്ക് ജോലിക്ക് കയറാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ എല്ലാവരും പറയും എനിക്ക് ഷെഫ് ആകണം എന്ന് പറഞ്ഞാണ് വരാറ്. ഷെഫിൽ തന്നെ പല ഡിവിഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറുമ്പോൾ നമ്മൾ IET ട്രെയിനിങ് ആണ് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോഷർ ട്രെയിനിങ് ആണ്. അതിനുശേഷം ഓൺ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഓൺ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് കയറിയ പോലെ തന്നെയാണ്, ജോലിക്ക് കയറുന്നതിന് മുമ്പുള്ള ട്രെയിനിങ് ആണ് ഓൺ ജോബ് ട്രെയിനിങ്. അതിലാണ് കൂടുതലായിട്ടും നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യേണ്ടത്. IET ട്രെയിനിങ്ങിൻ്റെ സമയത്ത് മാക്സിമം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എക്സ്പ്ലോഷർ ചെയ്യുക. ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോഷർ ട്രെയിനിങ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇൻഡസ്ട്രി എക്സ്പ്ലോഷർ നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് ഇൻഡസ്ട്രിയിലെ എല്ലാ ഏരിയകളും നമ്മൾ കാര്യങ്ങൾ കണ്ടും കേട്ടും പഠിച്ചെടുക്കുക എന്നുള്ളതാണ് IET ട്രെയിനിങ്ങിൻ്റെ സമയത്ത്. ഓൺ ജോബ് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് അതിലേക്ക് വേണം നമ്മൾ പോകാനായിട്ട്. അതിനുശേഷമാണ് നമ്മളിപ്പോൾ ഫുഡ് പ്രൊഡക്ഷനിലാണെങ്കിൽ അടുത്തത് ഒരു കൊമി 3 ലെവലിലേക്കോ, ഇപ്പം F&B സർവീസിലാണെങ്കിൽ ഒരു ജൂനിയർ സ്റ്റുവേർഡ് ലെവലിലേക്കോ, അല്ലെങ്കിൽ ഒരു ജൂനിയർ വെയിറ്റർ ലെവലിലേക്കോ ഒക്കെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആ സമയത്ത് നമ്മൾ സ്റ്റാഫായി മാറുകയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഹൈറാർക്കി പോകുന്നത്. അതിനുശേഷം ഇപ്പോൾ ഫുഡ് പ്രൊഡക്ഷനാണ്, നിങ്ങൾ കൊമി 3 വന്നു, കൊമി 2 വന്നു, കൊമി 1 വരുന്നു, അതിനുശേഷം DCD, PCDP, ഇങ്ങനെ പൊസിഷനുകൾ മാറി മാറി പോവുകയാണ്. F&B സർവീസിലും ഇങ്ങനെ തന്നെയാണ്. റെസ്റ്റോറൻറ്റ് മാനേജർ അല്ലെങ്കിൽ ബാങ്കറ്റ് മാനേജർ, അസിസ്റ്റൻറ്റ് F&B മാനേജർ, ഇങ്ങനെ പൊസിഷനുകൾ, ഇങ്ങനെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് പൊസിഷനുകൾ മാറും, സാലറിയും കൂടും. അതിനുശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ഓപ്പറേഷൻ മാനേജറും ജനറൽ മാനേജർ പൊസിഷനൊക്കെ ഉണ്ട്. അതായത് ഒരു പ്രോപ്പർട്ടിയെ മാനേജ് ചെയ്യുന്ന ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആളാണ് ഈ ജനറൽ മാനേജർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷൻ വരെ എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിന് വേണ്ടത് നമ്മളുടെ ഉള്ളിൽ വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടാവണം. രണ്ടാമത്, നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ ഈ കോഴ്സ് പഠിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ ഇങ്ങനെയുള്ള അറിവുകൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഗൈഡ് ചെയ്തു തരുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം നമ്മൾക്ക് ഇതിനെപ്പറ്റി നിങ്ങൾ ഈ കോഴ്സ് അന്വേഷിച്ച് വരുന്നവർക്ക് എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല.
അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ എക്സ്പേർട്ടുകളോട് ഈ കോഴ്സിനെ പറ്റി ചോദിച്ച് കോഴ്സിൻ്റെ ഡീറ്റെയിലുകളൊക്കെ അറിഞ്ഞതിന് ശേഷം ഈ കോഴ്സിനകത്ത് ഏത് സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നിങ്ങൾ ട്രെയിനിങ് ചെയ്യുക. ആ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഏത് സെക്ഷനാണ്, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് മനസ്സിലാകും. അതിനുശേഷം ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ എല്ലാ സെക്ഷനുകളിലും ഇപ്പോൾ ഹോട്ടൽ മാനേജർ എടുക്കുന്ന എല്ലാ മേഖലകളിലും ഒരേപോലെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്, ഒരേപോലെ സാലറിയും ഉണ്ട്, ഒരേപോലെ തന്നെ നിങ്ങൾക്ക് ഹൈറാർക്കി അനുസരിച്ചുള്ള പൊസിഷനുകളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഇതാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബീവറേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മേഖലകളിലും, ഫ്രണ്ട് ഓഫീസ് സെക്ഷനും അക്കോമഡേഷൻ സെക്ഷനും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ഈ പറഞ്ഞ ക്രൂസ് ലൈനുകൾ, എയർലൈൻ്റെ എയർപോർട്ടുകളിലേക്ക് ഫുഡ് ആൻഡ് ബീവറേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻസ്, ഹോട്ടൽസ്, റിസോർട്ട്, ഇവിടെ എല്ലാം നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് ജോലി കിട്ടും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് എപ്പോഴും നല്ലൊരു കരിയർ ഓപ്ഷനാണ്. ഏറെക്കുറെ എന്നല്ല 100% പ്ലേസ്മെൻറ്റ് HMS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്യാരണ്ടീഡ് പ്ലേസ്മെൻറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ പ്ലേസ്മെൻറ്റ് ഉറപ്പുവരുത്തുന്ന ഒരു കോഴ്സ് കൂടിയാണ് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് അതിൻ്റെ കരിയറിനെ പറ്റിയിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.